കഴിഞ്ഞ ഒരാഴ്ചക്കാലം സർവീസനായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് ദീർഘിപ്പിക്കാൻ തന്നു ആഗ്രഹിക്കുന്നില്ല. ശുശ്രൂഷയിലേക്ക് ഉപേക്ഷിക്കുക എന്ന് നമുക്ക് അല്പമായി ചിന്തിക്കുവാൻ തക്കുന്ന എടുത്തിരിക്കുന്നതായ വേദഭാഗം മീഖാ പ്രവാചക പുസ്തകം 6-ാം അധ്യായം അതിലെ 8-ാമത്തെ വാക്യമാണ്. എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളതായ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കാൻ സാധിക്കും. മനുഷ്യ നല്ലത് എന്ത് എന്ന് നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാവൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു അവൻ നിന്നോട് ചോദിക്കുന്നത്. വളരെ അനുഗ്രഹപൂർണമായ ഒരു വാക്യം. ഇത് നിങ്ങൾ ഇതിനു മുമ്പ് എത്ര പേര് കേട്ടിട്ടുണ്ട് ഈ വാക്യം? എല്ലാവരും കേട്ടിട്ടുണ്ട്. വളരെ നല്ല ദൈവാനുഗ്രഹം. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന അടിയന്റെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ കർത്താവേ, തിരുനാമത്തിന് സ്തോത്രം. പ്രഭാതത്തിൽ കേൾപ്പിച്ചതായ വചനത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്നതായ പ്രിയമുള്ളവരെ സ്വർഗനാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വചനം കേട്ട് അതിനനുസരിച്ച് അവരുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ എന്റെ സ്വർഗീയനാഥന്റെ പ്രിയമുള്ളവരെ സഹായിക്കണം. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തെയും കർത്താവ് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം. ഈ വചനത്തിന്റെ പൊരുളുകളെ സംസാരിപ്പാൻ കർത്താവ് അടിയിലേക്ക് വിനിയോഗിക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ സ്തോത്രം ചെയ്തു. കർത്താവ് അടിയുടെ നാമത്തോട് കൂടെ ഇരിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഇതിനെ സഹായിച്ചില്ല എങ്കിൽ അടികൾക്ക് ഒരു വാക്കുപോലും ഉച്ചരിപ്പാൻ സാധ്യമല്ല. അതിനാൽ കർത്താവ് അടിയെ അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം, ശക്തിപ്പെടുത്തുമാറാകണം. വചനം കേട്ട് അനുഗ്രഹം പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ആലയത്തിൽ നിന്ന് കടന്നു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം. മാനവത്വം എടുക്കണം സകലവും യേശുവിൻ നാമത്തിൽ തന്നെ. മീഖാ പ്രവാചകനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പ്രതിപാദിച്ചതായ പ്രവാചകൻ അതാണ് മീഖാ പ്രവാചകൻ. ഈ വാക്യവും എല്ലാവർക്കും വളരെ സുപരിചിതമാണ്. പറയുന്നത് മനുഷ്യ നല്ലതെന്ത് എന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കണം, ദയാവൽപ്പനായിരിക്കണം, ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കണം. ഇതാണ് ദൈവം മനുഷ്യരെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യാദികള് നമുക്കുണ്ടോ എന്നതിനെ കുറിച്ച് നാം നമ്മളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. നാം വർഷങ്ങളായി വിശ്വാസിയായി ജീവിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങള് നമുക്കുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ദൈവമായിട്ടൊരു ഈടാർന്ന ബന്ധത്തിലായിപ്പോ സാധിക്കുള്ളൂ. ഒന്ന് എന്താണ്? ന്യായം പ്രവർത്തിക്കണം. ന്യായമുണ്ടോ നമ്മുടെ ജീവിതത്തില്? ന്യായമുണ്ടോ? ദയാവൽപ്പനാണോ? ചിന്തിക്കണം. എനിക്ക് ദയുണ്ടോ? മറ്റുള്ള സഹജീവികളോട് എനിക്ക് ദയ ഉണ്ടോ? താഴ്മയുടെ അനുഭവം എനിക്കുണ്ടോ? നമ്മളോട് ചോദിക്കാം. ഇന്ന് പ്രഭാതത്തില് ദൈവം നമ്മളോട് സംസാരിക്കുക. ഈ 3 ഗുണങ്ങളും നമ്മളിൽ ഉള്ളതായി കാണുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുമ്പോൾ നാം ഈ ഗുണത്തിൽ നിന്നൊക്കെ വേർപെട്ടുള്ളതായ ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ ആരും അല്ലാത്തവരെ. അതിനാൽ എന്ത് ചെയ്യണം? ഈ ഗുണങ്ങളെ ഉണ്ടാക്കിയെടുക്കൊണ്ടൊക്കെ നമുക്ക് സാധിക്കണം. മീഖാ പ്രവാചകനെ കുറിച്ച് എന്നറിയാം. മീഖാ പ്രവചനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ 33-ാമത്തെ പുസ്തകമാണ്. എന്താണ് മീഖാ പ്രവാചകൻ നിങ്ങൾ പഠിക്കുമ്പോൾ വേദപുസ്തകത്തിലെ 33-ാമത്തെ പുസ്തകം. എത്ര
പ്രവാചകന്മാരുണ്ട്, ചെറിയ പ്രവാചകന്മാർ എത്ര പേരുണ്ട്? ചെറിയ പ്രവാചകന്മാർ എത്ര പേരുണ്ട്? 12 ചെറിയ പ്രവാചകന്മാർ. ചെറിയ പ്രവാചകന്മാർ എത്ര പേര്? 12 ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തില് 6ാമത്തെ പുസ്തകമാണേത്. 6ാമത്തെ പുസ്തകമാണേത് മീഖാ പ്രവചനം. എത്രാമത്തെ പുസ്തകം? മനസ്സിനകത്ത് പിടിച്ചു വെച്ചോളൂ. 6ാമത്തെ പുസ്തകം. എത്ര അധ്യായമുണ്ട് ഇതിന്? 7 അധ്യായം. എത്ര വാക്യം? എത്ര വാക്യം? 105 വാക്യം. 105 വാക്യം. മറന്നുപോകും. എത്രാമത്തെ പുസ്തകം? ഓക്കെ. മീഖായാവ് എന്ന എബ്രായ പേരിന്റെ സങ്കുചിതമായ രൂപമാണ് മീഖ. മീഖായാവ് എന്ന പദത്തിന്റെ സങ്കുചിതമായ രൂപമാണെന്ന് പറയുന്നത് മീഖ എന്ന് പറയുന്നത്. മീഖ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മീഖ എന്ന വാക്കിന്റെ അർത്ഥം യഹോവയെ പോലെ ആരുള്ളൂ. യഹോവയെ പോലെ ആരുള്ളൂ, അതാണ് മീഖ എന്ന വാക്കിന്റെ അർത്ഥം. അതിന്റെ വാക്യം എന്ന് പറയുന്നത് 7:18. അവിടെ അങ്ങനെ പറയുന്നു അല്ലെ, ദൈവത്തെ പോലെ ആരുള്ളൂ എന്നൊരു ഭാഗമുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് മീഖ എവിടെയുള്ള ആളാണ്? മീഖ പ്രവാചകൻ പഠിക്കുകയാണ്. മീഖ എവിടെയുള്ള ആളാണ്? മോരേശത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ്. മോരേശത്ത് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ് മീഖ. ഈ മോരേശത്ത് എന്ന് പറയുന്ന സ്ഥലം യഹൂദന്മാരുടെ നാടാണ്. ആരുടെ നാടാണ്? ആരുടെ നാടാണ്? യഹൂദന്മാരുടെ നാടാണ് മോരേശത്ത് എന്ന് പറയുന്നത്. യെരുശലേമിൽ നിന്നും 40 കിലോമീറ്റർ തെക്ക് കിഴക്കായി യഹൂദയുടെയും പിന്നെ എന്താ പറയുന്നത് യഹൂദ പിന്നെ ഫിലിസ്തീൻ ദേശത്തിനും ഇടയ്ക്കുള്ളതായ ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് മോരേശത്ത് എന്ന് പറയുന്ന സ്ഥലം. ഈ പ്രദേശം കർഷകരുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അവിടെയുള്ളതായ എല്ലാ ആളുകളും ആരാണ്? കർഷകരാണ്. എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മീഖായും ഒരു കർഷകനായിരുന്നു എന്നറിയുന്നു അനുമാനിക്കുന്നു. കറക്റ്റല്ല എങ്കിലും അവിടെയുള്ളതായ ആളുകൾ മുഴുവനും കർഷകരായിരുന്നുകൊണ്ട് ഇദ്ദേഹവും ആരായിരിക്കണം? ഒരു കർഷകനായിരുന്നു അല്ലേ? കർഷകരിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ചതായ ഒരു മനുഷ്യൻ, അതാണ് ആര്? അല്ലേ? ഒരു കർഷകരുടെ കുടുംബത്തിൽ നിന്നും ദൈവം തന്റെ ആവശ്യത്തിന് വേണ്ടി വിളിച്ച് വേർതിരിച്ചതായ മനുഷ്യൻ, അതാണ് മീഖ അല്ലേ? അപ്പോ ആ മീഖയെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. BC 742 687 ഇടയ്ക്കാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്ന് പറയുന്നു. 3 രാജാക്കന്മാരെ കുറിച്ച് ഒരു വാക്യം. 3 രാജാക്കന്മാർ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? വായിച്ചേ. എല്ലാം നിങ്ങൾ കേട്ടോണ്ടില്ല, നിങ്ങൾ വായിക്കണം. വായിച്ചേ. മീഖ 3 രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് വേദപുസ്തകം പ്രതിപാദിക്കുന്നു. വായിച്ച 1-ാം വാക്യം, 1-ാം അധ്യായം 1-ാം വാക്യം. ആ ആ ആ നോക്കണം. യോഥാം, ആഹാസ്, യെഹിസ്കിയാ എന്നീ രാജാക്കന്മാരെ കുറിച്ച് പറയുകയാണ്. ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്നതെന്ന് നമുക്ക് അനുമാനിക്കാൻ തക്കവണ്ണം സാധിക്കും അല്ലേ? നോക്കണം. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ന്യായവിധി വരുന്നു എന്ന് ജനങ്ങളെ അറിയിക്കണം. എന്തിനു വേണ്ടിയാണ് ദൈവം മീഖയെ കുറിച്ച് വേർതിരിച്ചത്? എന്തിനാണ്? ന്യായവിധി വരുന്നു എന്ന് ജനങ്ങളെ അറിയിക്കണം. അതിനുവേണ്ടിയാണ് കർഷകരിൽ നിന്നും ദൈവം ചെയ്തത് മീഖയെ വിളിച്ച് വേർതിരിച്ചത് എന്ന് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഇതിനു വേണ്ടിയാണ് ന്യായവിധി വരുന്നു എന്നറിയണം, ജനങ്ങളോട് പറയണം. അതിനുവേണ്ടി കർഷകരിൽ നിന്ന് ദൈവം ചെയ്തു ഒരു മനുഷ്യനെ വിളിച്ച് വേർതിരിച്ചു. അതാണ് മീഖ അല്ലെ? പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? പശ്ചാത്തപിക്കുന്ന രണ്ടാമത്തെ കാര്യം 2 ലക്ഷ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുകയാണ്. എന്താണ്? ഒന്ന്, ന്യായവിധി
അതെ, മീഖായ വിളിച്ചതിന്റെ ഉദ്ദേശം ന്യായവിധി വരുന്നു എന്ന് ജനങ്ങളെ അറിയിക്കുക. 2, പശ്ചാത്തപിക്കുന്നവർക്ക് ദൈവം ക്ഷമിച്ചു കൊടുക്കും എന്ന് അറിയിക്കുക. 2 കാര്യം അല്ലേ? മീഖായെ ദൈവം വിളിച്ച് വേർതിരിച്ചതിന്റെ 2 ലക്ഷ്യം എന്ന് പറയുന്നത് ന്യായവിധി വരുന്നു എന്ന് ജനങ്ങളെ അറിയിക്കുക, പശ്ചാത്തപിക്കുന്നവർക്ക് ദൈവം ക്ഷമിച്ചു കൊടുക്കും എന്ന് പറയുക. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണം ജനങ്ങളെ അറിയിക്കണം. അതിനുവേണ്ടിയാണ് മീഖാ പ്രവാചകൻ ദൈവം വിളിച്ച് വേർതിരിച്ചിട്ട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? ജനങ്ങളുടെ എന്ത് ചെയ്യണം? പറയണം. എന്നിട്ട് പറഞ്ഞു, ജനങ്ങൾ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു. എന്താ? അവരെ ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരരായിരിക്കണം, പിന്നെ ദൈവത്തിന്റെ സന്നിധിയില് താഴ്മയോടെ നടക്കണം. അതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ന്യായവിധി വരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം എന്ന് പറയണം. അതായിരുന്നു മീഖാ പ്രവാചകനെ ദൈവം വിളിച്ച് വേർതിരിക്കുന്നതായ. ഇനി മറ്റൊന്ന് പഠിക്കുമ്പോൾ ഈ 3 വിഷയങ്ങൾ നമ്മൾ വേർതിരിച്ച് പഠിക്കുന്ന പോവുകയാണ്. 1, ന്യായം പ്രവർത്തിക്കണം. നമുക്ക് ന്യായമുണ്ടോ എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം, അല്ലെ? 4ാമത്തെ കാര്യം എന്താണ്? ന്യായം പ്രവർത്തിക്കണം. ഇത് തന്നെയാണ് ദൈവത്തിന്റെ 10 കൽപ്പനകൾ നമ്മളോട് പറയുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 56-ന്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒന്ന് വിശദമായിട്ട് വായിക്കണം. 56-ന്റെ 1-ാമത്തെ വാക്യം. എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിക്കും. ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിക്കും. അപ്പൊ വേണം ന്യായം പ്രവർത്തിക്കണം. യെശയ്യാപ്രവാചകൻ പറഞ്ഞിരിക്കുന്നതാണ് ന്യായം പ്രവർത്തിക്കണമെന്ന്. അപ്പൊ നമുക്ക് ന്യായമുണ്ട്. നമ്മുടെ ഭാഗത്ത് ഏതെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് ന്യായമുണ്ടോ? ന്യായം നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കണം. ന്യായം പ്രവർത്തിക്കുന്നവരുണ്ട്. ന്യായം പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്നുണ്ടോ? ഉണ്ടോ? ന്യായം ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തില് ന്യായം ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വെളിപ്പെടുത്തുക. സങ്കീർത്തനം 119-ന്റെ 121-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 119-ന്റെ 121-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു. എന്താ? ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു. എന്റെ പീഡകന്മാർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ. അതുകൊണ്ട് അല്ലേ? ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു. പറഞ്ഞാരാ? സങ്കീർത്തനക്കാരൻ ആരാണ്? ദാവീദ് പറയാണ്, ഞാൻ നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു. എന്റെ അതുകൊണ്ട് എന്റെ പീഡകന്മാർക്ക്, എന്നെ പീഡിപ്പിക്കുന്നവർക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് പറയുക, അല്ലേ? അപ്പോ നീതിയും ന്യായവും ഉണ്ടു എങ്കിൽ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും, നമ്മളിൽ വസിക്കും. അതുകൊണ്ട് ദൈവം പീഡകന്മാർ നമ്മളെ നീട്ടില്ല, ഏൽപ്പിച്ചു കൊടുക്കത്തില്ല ദൈവം. അതിനാൽ പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തിൽ ആശ്രയം വെച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതായ നമ്മുടെ മേൽ എന്തുണ്ടായിരിക്കണം? ന്യായം ഉണ്ടായിരിക്കണം. മീഖായോട് പറയുകയാണ്, ഇത് നീ ചെയ്യണം. മറ്റുള്ളവരുടെ ഇടയിൽ വേണം ഇത് പറയണം. നിന്റെ സഹോദരന്മാരോട് നീ പറയണം. മനുഷ്യരുടെ മേലെ നീതി ഉണ്ടായിരിക്കണം. നീതിയുള്ളതായ മനുഷ്യരുടെ ദൈവം പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിശ്ചയമായിട്ടും ന്യായം ഉണ്ടായിരിക്കണം. വീണ്ടും വായിക്കുമ്പോൾ 104-ാമത്തെ സങ്കീർത്തനം 119-ന്റെ 104-ാമത്തെ വാക്യം വായിച്ചേ. 119-ന്റെ 104-ാമത്തെ വാക്യം. 119-ന്റെ 104-ാമത്തെ വാക്യം. നോക്കണം. ദൈവവുമായിട്ടൊരു ഈടാർന്ന ബന്ധം നമുക്ക് വരുമ്പോൾ നമ്മളിലുള്ളതായ സകല വ്യാജമാർഗങ്ങളും ചെയ്യും. നമ്മളിൽ വ്യാജമാർഗം ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഈ വ്യാജമാർഗങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പരിപൂർണമായി നീക്കിക്കളയണം. അതുകൊണ്ട് ദൈവവുമായിട്ടൊരു ഈടാർന്ന ബന്ധം എന്തിനെങ്കിലും വേണ്ടി പള്ളിയിൽ വരികയും എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയല്ല, അല്ലേ? നമ്മുടെ ജീവിതത്തിന് തന്നെ ഒരു ഉദ്ദേശമുണ്ട്.
ദൈവം നമ്മളിൽ വാസം ചെയ്യണം. അശുദ്ധമായതിൽ ദൈവം ചെയ്തില്ല, വാസം ചെയ്യുകയില്ല. അശുദ്ധമായവരിൽ ദൈവം വാസം ചെയ്യുകയില്ല. അത് വേണം, വിശുദ്ധി വേണം. അതുകൊണ്ട് വ്യാജ മാർഗങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? നീക്കിക്കളയണം. അസൂയ, ഉശുമ്പ്, ഏച്ചടി, പാട്ട, നിന്ന, പിണക്ക, അങ്ങനെയുള്ളതായ വ്യാജ മാർഗങ്ങൾ എന്ത് ചെയ്യണം? പരിപൂർണമായി നമ്മളിൽ നിന്ന് നീക്കിക്കളയണം. ഇല്ല എങ്കിൽ ദൈവം വസിക്കത്തില്ല. വിശുദ്ധമായ സ്ഥലത്തെ ആലോചിക്കുകയുള്ളൂ, ദൈവം വസിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മൾ ഉണ്ട് എങ്കിൽ നമ്മളിൽ ദൈവം ചെയ്യത്തില്ല, വാസം ചെയ്യുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, അല്ലെ? അതുകൊണ്ട് ചെയ്യണം, വ്യാജ മാർഗങ്ങളെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് കളയണം. 105-ാമത്തെ വാക്യം എങ്കിലും വായിച്ചേ. കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാകുന്നു. നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവും ആകുന്നു. 100-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കായികയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു. നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കായികയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ആയതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, നമ്മൾ എന്ത് വേണം? ഞാൻ പറയത്തില്ല, നിങ്ങൾ പറയണം. എന്ത് വേണം? ന്യായം വേണം. കർഷകരിൽ നിന്ന് ദൈവം മീഖായെ വിളിച്ചു നിർത്തി. എന്നിട്ട് പറഞ്ഞു, ജനങ്ങളോട് പറയണം, ജനങ്ങളിൽ ന്യായം കാണാനില്ല. അതുകൊണ്ട് എന്ത് വേണം? ജനം ന്യായമുള്ളവരായിരിക്കണം എന്നതിനെ പഠിപ്പിക്കണം. ന്യായം ഉണ്ടായിരിക്കണം. പ്രിയമുള്ള ദൈവം, 3 കാര്യങ്ങളെ പഠിപ്പിക്കാനുള്ളൂ ഇന്നത്തെ ഭാഗത്ത് നിങ്ങൾ കേൾപ്പിക്കാനായിട്ടുള്ളൂ. ഈ 3 കാര്യത്തിൽ ആദ്യത്തെ കാര്യം എന്താണ്? ന്യായം ഉണ്ടായിരിക്കണം. ഞാൻ പറയുന്നതല്ല, നമ്മുടെ ജീവിതത്തില് ന്യായം പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. അടുത്ത കാര്യം, ദയാതൽപരനായിരിക്കുക. 2-ാമത്തെ വാക്യം, 2-ാമത്തെ കാര്യം എന്താണ്? ദയാതൽപരനായിരിക്കുക എന്നുള്ളതാണ്. സദൃശ്യവാക്യം 11-ന്റെ 17-ാമത്തെ വാക്യം വായിച്ചേ. നോക്കണം. അപ്പൊ നമുക്ക് എന്ത് വേണം? ദയ ഉണ്ടായിരിക്കണം, ദയാതൽപരനായിരിക്കണം. സദൃശ്യവാക്യം 11-ന്റെ വാക്യം പറയുന്നത്, ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്തു. ദയാലുവായവൻ സ്വന്തം പ്രാണന് നന്മ ചെയ്തു, ക്രൂരനോ സ്വന്തം ജഡത്തെ നീന്നു ഉപദ്രവിക്കും. അപ്പൊ സ്വന്തം ജഡത്തെ ഉപദ്രവിക്കുന്നതായി മാറുന്നത് ഓരോരുത്തരും, അല്ലേ? ദയാലുവായവൻ എന്ത് ചെയ്യുന്നു? സ്വന്തം പ്രാണന് നന്മ ചെയ്തു. നന്മ ചെയ്യുന്നവരായിരിക്കണം, ദയാതൽപരരായിരിക്കണം, മറ്റുള്ളവരോട് കരുണയും കൃപയുള്ളവരായിരിക്കണം. ദൈവം ഒന്ന് ആഗ്രഹിക്കണം, അല്ലേ? 16-ന്റെ 6-ാമത്തെ വാക്യം എന്താ പറയുന്നത്? സദൃശ്യവാക്യം 16-ന്റെ 6-ാമത്തെ വാക്യം, ദയയും വിശ്വസ്തയും കൊണ്ട് ആകൃത്യം ചെയ്യുന്നു. പരിഹരിക്കപ്പെടുന്നു. പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. ഓർത്ത് വെച്ചേക്കണേ, ഓർത്ത് വെച്ചേക്കണം. സദൃശ്യവാക്യം 16-ന്റെ 6, നിങ്ങൾ മറ്റുള്ളവരോട് ദയയും കരുണയും വിശ്വസ്തയും ആചരിക്കുമ്പോൾ നിങ്ങളുടെ പാപം എന്ത് ചെയ്യുന്നു? നോക്കണം. എത്ര എളുപ്പം! നമ്മുടെ പാപങ്ങളെ നീക്കിക്കളയാനുള്ളതായ എളുപ്പമാർഗം ഓർത്ത് വെച്ചേക്കുക, അല്ലേ? സദൃശ്യവാക്യം 16-ന്റെ 6-ാമത്തെ വാക്യം, ദയയും വിശ്വസ്തയും കൊണ്ട് ആകൃത്യം പരിഹരിക്കപ്പെടുന്നു. ചിലർ പറയും, ഞാൻ പാപവും ചെയ്തിട്ടില്ല, ഞാൻ പാപവും ചെയ്തിട്ടില്ല എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഏറ്റവും മഹാപാപം, അല്ലേ? അവരുടെ ഹൃദയത്തിലേക്ക് നിറഞ്ഞത്. നമ്മൾ ഒരു ദിവസം പാപം ചെയ്യാത്ത ആരുമില്ല. ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ പാപം ചെയ്യുന്നത്? ഒരു ദിവസം നമ്മൾ അറിയാതെ അറിഞ്ഞ് ചെയ്യുന്നതുകൊണ്ട്, അറിയാതെ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണത്? വാക്ക്, പ്രവൃത്തി, നോട്ടം, ചിന്ത, വിചാരം, ഇതൊക്കെ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഇതെല്ലാം പാപം. ഇതെല്ലാം നമ്മൾ ചെയ്യണം. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതെല്ലാം ദൈവത്തോട് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏറ്റുപറയണം. ദൈവത്തോട് ഏറ്റു പറഞ്ഞില്ല എങ്കിൽ നമ്മൾ രാത്രി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ഏറ്റു പറഞ്ഞില്ല, കാര്യങ്ങളൊന്നും ഏറ്റു പറഞ്ഞില്ല, കിടന്നു തുടങ്ങി. പ്രഭാതത്തില് എഴുന്നേറ്റില്ല. നമ്മുടെ ജീവന ദൈവം ചെയ്തു എടുത്തു. ഒരുപക്ഷെ ആ ഏറ്റു പറയാത്ത പാപം മൂലമായിരിക്കും നമ്മൾ ആരെയും മാറുന്നത്? നരകത്തിന് യോഗ്യരായി മാറുന്നത്. നമ്മൾ ചെയ്യണം, ഓരോ ദിവസവും നമ്മുടെ പാപങ്ങളെ ദൈവത്തോട് ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പശ്ചാത്തപിക്കണം. ഇവിടെ പറയുന്നത് ദയയും വിശ്വസ്തയും കൊണ്ട് ആകൃത്യം പരിഹരിക്കപ്പെടുന്നു. നിങ്ങൾ മറ്റുള്ളവരോട്
ഭക്തി കൊണ്ട് മനുഷ്യൻ ദോഷത്തെ വിട്ട് അകലുന്നു. നീ ദൈവത്തോട് ഭക്തിയുള്ളതായി ജീവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവം നിന്റെ വസിക്കുന്നു. ദോഷങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? നീങ്ങിപ്പോകും. ദൈവമായിട്ടൊരു ഈടാറുന്ന ബന്ധത്തിൽ നീ ജീവിക്കുമ്പോൾ നിന്റെ ദോഷങ്ങളെല്ലാം എന്ത് ചെയ്യും? നിന്നെ വിട്ട് നീങ്ങിപ്പോകും, നിന്നെ വിട്ട് മാറിപ്പോകും. അതിനെന്ത് ചെയ്യണം? ചെയ്യാത്തൽപ്പനായിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ കാര്യം എന്താണ്? ന്യായം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? ദയ ഉണ്ടായിരിക്കണം. നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് ദയ ഉണ്ടാകണം, അനുകമ്പ ഉണ്ടായിരിക്കണം. അടുത്ത് വരുന്നത് ഏതാണ് നോക്കാം. അടുത്ത് വരുന്ന കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യം താഴ്മ. വളരെ പ്രധാനപ്പെട്ടതായ കാര്യം നമുക്കുണ്ടോ? താഴ്മ ഉണ്ടായിരിക്കണം. ഈ മൂന്ന് കാര്യവും മനുഷ്യന് വേണം എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് പ്രഭാതത്തിൽ നമ്മെ കേൾപ്പിച്ചിരിക്കുകയാണ്. നോക്കണം. അടുത്തത് താഴ്മ ഉണ്ടായിരിക്കണം. ഒന്ന്, ന്യായം ഉണ്ടായിരിക്കണം, ദയാദത്തനായിരിക്കണം. മൂന്ന്, താഴ്മ ഉണ്ടായിരിക്കണം. നോക്കണം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനമാണെന്ന് പറയുന്നത് താഴ്മ. അതായത് ദൈവത്തിന്റെ സ്വഭാവമാണ് താഴ്മ. ഇതുവരെയും നമുക്ക് ആരോടും താഴ്മ ആചരിക്കുന്നതിനുള്ള നമ്മൾ ശ്രമിച്ചിട്ടില്ല എങ്കിൽ ദൈവത്തിൽ വസിക്കുന്നില്ല എന്നാണ് വേണ്ടത്. ദൈവിക സ്വഭാവമാണ് താഴ്മ എന്ന് പറയുന്നത്. ചില വിചാരിക്കും ഞാൻ ആരുടെയെങ്കിലും ഒന്ന് കാണുന്നു പോയാ വളരെ മോശമായി പോയി അല്ലെ. നാം താഴ്മ ആചരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ദൈവം നമ്മിൽ വസിക്കുന്നു എന്ന യാഥാർത്ഥ്യം മറന്നു പോകരുത് അല്ലെ. ആരോടെങ്കിലും ക്ഷമിച്ചു കൊടുത്താൽ ദൈവം നമ്മളിൽ വസിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 11:29 വാക്യം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് കർത്താവിനുള്ള ആളായിരുന്നു. താഴ്മയുടെ ഉറവിടമായിരുന്നു അല്ലേ കർത്താവ്. ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എന്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പിക്കും എന്നാണ് ദൈവത്തിന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു താഴ്മയുടെ അനുഭവം ഉണ്ടായിരിക്കണം അല്ലെ. നമ്മുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ താഴ്മയുടെ അനുഭവം ഇല്ലാത്തതിന്റെ പേരിൽ അനേക കുടുംബ ജീവിതങ്ങളൊന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാക്ക് അല്ലെ, പിണങ്ങി നിൽക്കുന്നതായ കുടുംബ ജീവിതങ്ങൾ ഒന്നായി തീരുവാൻ ഒരു വാക്ക് മതി. പക്ഷെ പറയുവാൻ നമുക്ക് മനസ്സില്ല അല്ലെ. ചേട്ടാ അല്ലെങ്കിൽ പിന്നെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവെ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഈ കണ്ട നാളുകളിൽ നിങ്ങളോട് കാണിച്ചതായ എല്ലാ കാര്യങ്ങളും മോശമായി പോയി, ഞാൻ എന്റെ തെറ്റു ഏറ്റു പറയുന്നു. എനിക്ക് മനസ്സിലായി, നമുക്ക് പഴയതെല്ലാം മറന്നു, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. ഒരു വാക്ക് മതി അല്ലേ. പക്ഷെ പറയുവാൻ തക്കവണ്ണം നമുക്ക് മനസ്സിലാക്കുന്ന പേരില് അനേക കുടുംബ ജീവിതങ്ങളുടെ ശിഥിലമാണ്. താഴ്മയുടെ അനുഭവം ആർക്കും ഇല്ല അല്ലേ. അതുകൊണ്ട് താഴ്മയുള്ള ഒരു മനോഭാവം, ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുള്ളൂ എങ്കിൽ നഷ്ടപ്പെട്ടതായ അനേക കുടുംബ ജീവിതങ്ങളെ വീണ്ടെടുക്കുവാൻ നമുക്ക് സാധിക്കും. ഒന്ന് മനസ്സ് വെച്ചാൽ അനേക കുടുംബ ജീവിതങ്ങളായി മാറും, ഒന്നായി മാറും. അവർ സന്തോഷമുള്ളവരായിരിക്കും, വീണ്ടും ജീവിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തന്നെത്താൻ നിർത്തുന്നവരെയും തന്നെത്താൻ താഴ്ത്തപ്പെടും അല്ലേ. തന്നെത്താൻ നിർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം എന്ത് ചെയ്യും? ഉയർത്തപ്പെടും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് താഴ്മയുള്ള ഭാഗത്ത് ദൈവം വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മേലെ ദൈവം വസിക്കുന്നു. ഒന്ന് താഴ്ന്നേ അല്ലേ. നിങ്ങൾ ചെയ്യും? ഉയർത്തപ്പെടും, ദൈവസ്ഥലം ഉയർത്തും. തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, ദൈവസ്ഥലം ഉയർത്തപ്പെടും. അങ്ങനെ താഴ്മയുള്ളതായ ഒരു ജീവിതം കൊണ്ടെത്തോണം നിങ്ങൾക്ക് സാധിക്കണം എന്ന് പ്രഭാതത്തിൽ ദൈവം ഈ കേൾപ്പിച്ച നല്ല വിധത്തിനായി ഞാൻ സ്തോത്രം ചെയ്യാം. തന്നെത്താൻ ഉയർത്തുന്നവനെയും താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെയും എല്ലാം ഉയർത്തപ്പെടും. സദൃശവാക്യം 22:4 വാക്യം വായിക്കുമ്പോൾ അവിടെ എന്താണ് പറയുന്നത്? താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാണ്. എന്താ പറയുന്നത്? അപ്പൊ താഴ്മ എന്ന് പറയുന്നത് അത്ര മോശമായ കാര്യമൊന്നുമില്ല. ചിലർ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ
അഭിനന്ദ താഴ്മക്കൾ എന്താ പ്രശ്നം? അതുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രിയമുള്ള ദൈവത്തിനെ താഴ്മയോടെ എളിമയോടെ ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. നീ മറ്റുള്ളവരുടെ സ്ഥലത്ത് താഴ്മയുള്ളത് ദൈവം എന്ന് വസിക്കും. നീ നിന്റെ ഭവനത്തില് താഴ്മയുടെ അനുഭവത്തിൽ ജീവിക്കുന്നുവെങ്കിൽ നിന്റെ ഭവനത്തിന്മേല് കർത്താവ് വാസം ചെയ്യുന്നു. അവിടെ നിനക്ക് സന്തോഷം ലഭിക്കും, സമാധാനം ലഭിക്കും. അതുകൊണ്ട് താഴ്മയുടെ അനുഭവത്തിൽ ജീവിക്കാൻ തക്കവണ്ണം നിങ്ങൾക്ക് സാധിക്കണം. നോക്കണം, കുടുംബ കോടതികളിൽ പോയി ആളുകൾ ക്യൂ നിൽക്കുകയാണ്. എന്താ? ഇതിനു വേണ്ടി ദൈവം ഒന്നിപ്പിച്ച് ചേർത്തതായ കുടുംബ ജീവിതത്തെ വേർതിരിക്കാൻ തക്കവണ്ണം എന്ത് ചെയ്യുന്നു? പോയി ക്യൂ നിൽക്കുകയാണ്. കുടുംബ കോടതികളിൽ ക്യൂ നിൽക്കുക. ഒന്നുകൂടെ നോക്കണം, നിസ്സാരമായ ഒരു വാക്ക് മതി ഒന്നിക്കുക, ഒന്നിച്ച് ജീവിക്കുക. പക്ഷേ പറയുവാൻ മനസ്സിലാക്കുന്നതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു? ഒന്ന് വേർതിരിച്ച് തരണേ, ഒന്ന് വേർതിരിച്ച് തരണേ എന്ന് നിന്നു യാചിക്കാൻ നിൽക്കുന്ന കാഴ്ച കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനങ്ങൾ, താഴ്മയുടെ അനുഭവം, എളിമത്വത്തിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം. ആ അനുഭവത്തിൽ ജീവിക്കണം നിങ്ങൾക്ക് സാധിക്കണം. വീണ്ടും സദൃശവാക്യം 11-ാമത്തെ വാക്യം പറയുന്നത്, അഹങ്കാരം വരുമ്പോൾ ലജ്ജയും വരും, താഴ്മയുടെ പക്കലോ എന്തുണ്ട്? ജ്ഞാനം. താഴ്മയുടെ പക്കലാണ് ജ്ഞാനമുള്ളത്. താഴ്മയുള്ളവരെ കുറച്ച് കാണും, വില കുറച്ച് കാണും. അവൻ താഴ്മയുടെ അനുഭവത്തിന് അല്ലേ, അവന് തിരിച്ചറിവുകളൊക്കെ ചെയ്യാമായിരുന്നു, പറയാമായിരുന്നു. പക്ഷേ അത് പറയാതെ ചെയ്യുന്നു നിങ്ങളഭാവത്തോടു കൂടി, അല്ലെങ്കിൽ താഴ്മയുടെ അനുഭവം പ്രകടിപ്പിച്ചതായ വ്യക്തിയെ ചെയ്യുന്നു മോശക്കാരനായി ചിത്രീകരിക്കും. പക്ഷേ ആ വ്യക്തിയിൽ ആര് വസിക്കുന്നു? താഴ്മയുടെ അനുഭവം കാണിച്ച വ്യക്തിയിൽ ആര് വസിക്കുന്നു? ദൈവം വസിക്കുന്നു. അത് പറഞ്ഞു തോന്നി. അതുകൊണ്ട് നല്ലൊരു ഗുണമാണ് താഴ്മയുടെ അനുഭവം എന്ന് പറയുന്നത്. 1 പത്രോസ് 5-6 വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. എന്താ? അതുകൊണ്ട് അവർ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ നീളം താഴ്ന്നു. ദൈവത്തിന്റെ സ്ഥലം താഴ്ത്തിക്കും. ദൈവം നിങ്ങളെ തക്ക സമയത്ത് പല കാര്യങ്ങളും ചെയ്യും, ഉയർത്തും. നിങ്ങൾ താഴ്മയുടെ അനുഭവത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ദൈവം ചെയ്യും തക്ക സമയത്ത് പല കാര്യങ്ങളും എന്ത് ചെയ്യും? ദൈവം ഉയർത്തും. ദൈവത്തിന് മനസ്സുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സുണ്ടോ? യാതൊന്നും താഴില്ല അല്ലേ? ഞാൻ താഴില്ല, എനിക്ക് പറ്റുന്നതാണ്. ആ വ്യക്തികളിലെ ദൈവം വസിക്കുന്നുണ്ട്. ദൈവം വസിക്കുന്നത് താഴ്മയുടെ അനുഭവത്തില് ജീവിക്കുന്നതല്ല. യോബോട് പറഞ്ഞു, നീ എന്നെ താഴ്ത്തുമ്പോൾ അത്രയും ഞാൻ ഉയർച്ചയുള്ളവനായിരിക്കും ചിന്തിക്കും എന്നോ അല്ലേ? യോബ് 21-21 വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും. നിന്നെ താഴ്ത്തേക്ക് വയ്യ. ദൈവം പറഞ്ഞു, ദൈവം പറയാണ്, നിന്നെ എപ്പോ താഴ്ത്തിയാലും നീ അതിനെ ഉയർച്ച എന്ന് പറയുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നെ താഴ്ത്താൻ പറയുക എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും. താഴ്മുള്ളവരെ അവൻ രക്ഷപ്പെടുകയും രക്ഷിക്കും. താഴ്മുള്ളവരെ രക്ഷിക്കും എന്ന് പറയും. നിന്നെ താഴ്ത്തുമ്പോൾ ഉയർച്ച എന്ന് നീ പറയും. താഴ്മുള്ളവരെ അവൻ എന്തെയും രക്ഷിക്കും. താഴ്മയുടെ അനുഭവത്തിൽ ജീവിക്കാൻ നമ്മുടെ ഭവനത്തിലുള്ളതായ മാതാപിതാക്കൾ താഴ്മയുടെ അനുഭവത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ ജീവിതത്തിലും ആ ഒരു ഭാവം നിർമ്മിച്ച് കാണുവാൻ സാധിക്കും. ആ കുഞ്ഞുങ്ങളും ആ രൂപത്തിൽ വളർന്നു വരും അല്ലേ? ഒരു നല്ല എന്താ പഠനശാല കൂടിയാണ് നമ്മുടെ ഭവനം എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല കാര്യങ്ങളും നമ്മുടെ ഭവനത്തിൽ പഠിക്കാൻ നിൽക്കുന്നുണ്ട് അല്ലേ? മാതാപിതാക്കളുടെ നല്ല സ്വഭാവം കൊണ്ടുവന്നെയും കുഞ്ഞുങ്ങള് അത് വളർത്തിയെടുക്കും. അവര് നല്ല സ്വഭാവത്തിൽ വളർന്നു വരുവാൻ അല്ലേ? അയൽക്കാരിൽ നോക്കും, നമ്മുടെ കുഞ്ഞുങ്ങള് നല്ല സ്വഭാവത്തിൽ വളർന്നു വരുമ്പോൾ അയൽക്കാർ പറയും, ഇന്നാളുടെ മക്കൾ നല്ല സ്വഭാവമുള്ളതായ മക്കൾ, ഇന്നാളുടെ മക്കള് വളരെ മോശം, അവരോട് നീ കളിക്കാൻ പോകരുത്, ഞാനും കൂടി നീ എന്റെ ചെയ്യും വഷളായി പോകും എന്ന് പറയുന്നു. നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കുന്ന മാതൃക ഇടം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടവരണം. അവരും നല്ല സ്വഭാവത്തിൽ വളരുവാൻ തക്കവണ്ണം, നല്ല സ്വഭാവ ഗുണങ്ങളെ പ്രകടമാക്കാൻ തക്കവണ്ണം നമുക്ക് മാതാപിതാക്കൾക്ക് സാധിക്കണം അല്ലേ? ആ ഗുണങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അതിനാൽ തുടർന്നുള്ള നാളുകളില്
ദൈവം പറഞ്ഞിരിക്കുന്നതായ ഈ സ്വഭാവ ഗുണങ്ങള് നമ്മില് ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം ചെയ്യുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, യാക്കോബിന്റെ ലേഖനം 4:10 വാക്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കാൻ നമുക്ക് സാധിക്കുന്നു. എങ്ങനെയാ? കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നു, കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നു, എന്നാൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മ. ആ താഴ്മ നമുക്ക് അനുഗ്രഹപൂർണ്ണമാണ്. ആ താഴ്മയിൽ ജീവിക്കാൻ തക്കവണ്ണം നമുക്ക് സാധിക്കാൻ പ്രിയമുള്ളത്, അല്ലെ? താഴ്മയുടെ അനുഭവം ഇല്ലായിരുന്നു ദൈവം നമ്മൾ എത്തിയിട്ടില്ല, വസിക്കയില്ല എന്ന യാഥാർത്ഥ്യങ്ങള് മനസ്സിലാക്കിയിരിക്കും. താഴ്മയുള്ള ഭാഗത്ത് ദൈവം പ്രവർത്തിക്കും. പ്രതിഫലമൊന്നും നമ്മൾ കിട്ടിയിരിക്കുന്നില്ല. പക്ഷെ ദൈവിക അനുഗ്രഹത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്മാറി പോകുന്നത് ദൈവം നിശ്ചയമായിട്ടുള്ള ചെയ്യും, അനുഗ്രഹിക്കും. അതിനാൽ ഇന്നും പ്രധാനത്തില് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം നമ്മെ കൽപ്പിച്ചിരിക്കുകയാണ്. എന്താ? 3 പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ. എന്തൊക്കെയാണ്? ന്യായം പ്രവർത്തിക്കണം, ദൈവജനം ചെയ്യണം, ന്യായം പ്രവർത്തിക്കുന്നതായിരിക്കണം, എന്താ? ദയാവൽപരനായിരിക്കണം. അടുത്തെന്താ? എന്താ? താഴ്മയുടെ അനുഭവം ഉണ്ടായിരിക്കും. ഈ കാര്യം ജനങ്ങളോട് പറയുവാനാണ് ആരെയും വിളിച്ചത്? മീഖാ പ്രവാചകനെയും വിളിച്ചത്. അതും കർഷകരിൽ നിന്ന് ഒരു മനുഷ്യനെയും വിളിച്ചു വേർതിരിച്ചത് ഈ പ്രധാനപ്പെട്ടതായ കാര്യം എന്ത് ചെയ്യണം? ജനങ്ങളോട് പറയുവാനാണ്. ആ കാര്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളെ കൽപ്പിച്ചത്. അതിനാൽ പ്രിയമുള്ള ദൈവത്തിൽ, തുടർന്നതായ നാളുകളിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ ന്യായം ഉണ്ടായിരിക്കണം, ദയാവൽപരത ഉണ്ടായിരിക്കണം, ക്ഷമയും താഴ്മയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അവിടെ ദൈവം പ്രവർത്തിക്കുന്നത്. അങ്ങനെ ദൈവം പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൽ ഉയർച്ച, ധാരാളം നന്മകള്, ധനം ലഭിക്കുന്നു, മാനം ലഭിക്കുന്നു, ഐശ്വര്യം ലഭിക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് മറ്റുള്ളവർ നമ്മോടുകൂടി വരുമാനത്തോണം എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ളതായ ഒരു അനുഗ്രഹം ലഭിച്ചിരിക്കുന്നത് ചിന്തിക്കുമ്പോൾ ഞാൻ ദൈവത്തിൽ കൂടുതൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നതായ സമ്മാനമാണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുന്നതിനിടയാകുകയും അവരും ദൈവത്തിൽ ആശ്രയിച്ച് വരികയും ചെയ്യും. അതിനാൽ പ്രിയമുള്ള ദൈവത്തിൽ തുറന്നുപോയ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഈ 3 ദിനങ്ങളും ഉള്ളവരായി നല്ല ജീവിതം നയിക്കാൻ തക്കവണ്ണം സർവേശ്വരനായ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ പ്രബോധനം അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.